നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയാനിരുന്നു വില വർദ്ധിപ്പിക്കാൻ. ഇപ്പോൾ ഗ്യാസിന് കുത്തനെ വില കൂട്ടിയിരിക്കുകയാണ്. ഇനി പിറകാലെ മറ്റുള്ളതിനും വില കൂട്ടും. ഒന്നാമതേ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്നത് കൊണ്ട് LPG സിലിണ്ടറുകൾ കിട്ടാനില്ല. അതിൻ്റെ കൂടെയാണ് ഇരട്ടടി എന്നോണം വില കൂട്ടിയത്. വാണിജ്യ സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ആദ്യമായാണ് ഇത്ര വലിയ തുക ഒറ്റത്തവണ കൂടുന്നത്. ഇതോടെ സിലിണ്ടർ വില 3000 രൂപ കടന്നു. നമുക്കറിയാം, കേരളം, ബംഗാൾ, ആസാം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ ഇടുത്തി പോലെ വില കൂടിയത്. ഇന്നലെ രാത്രി തന്നെ വില വർധനവ് നിലവിൽ വന്നു. പുതിയ വിലയനുസരിച്ച് ഡൽഹിയിൽ 3071 രൂപ 50 പൈസയാണ് ഒരു സിലിണ്ടറിൻ്റെ വില. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നും നിലവിൽ 14 കിലോഗ്രാം സിലിണ്ടറിന് 913 രൂപ തന്നെയാണെന്നും പറയുന്നുണ്ടെങ്കിലും തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ വില വർദ്ധിക്കാനാണ് സാധ്യത. അവർ പറഞ്ഞതൊക്കെ ശരിയാ. ഇപ്പോൾ അത്രേ ഉള്ളൂ വില. 2 ദിവസം കൂടെ കഴിയുമ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട്. പുതുക്കിയ വില അനുസരിച്ച് തിരുവനന്തപുരത്ത് 19 കിലോഗ്രാം സിലിണ്ടറിന് 3106 രൂപയും കൊച്ചിയിൽ 3085 രൂപയുമാണ് വില. ഇത്രയും വലിയ വില വർധനാവ് വന്നതോടെ ഹോട്ടലുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. ഭക്ഷണ സാധനങ്ങൾ വില വർദ്ധിപ്പിക്കേണ്ടി വരും. ഇത് പൊതുജനങ്ങൾക്ക് താങ്ങാനാവത്തില്ല. ഹോട്ടൽ ഭക്ഷണത്തിലേക്ക് ആളുകളെ അകറ്റാനും കാരണമാകും. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതോടെ കഴിഞ്ഞ മാസമാണ്, അതായത് ഏപ്രിൽ, ആഭ്യന്തര വാണിജ്യ സിലിണ്ടറുകളുടെ വില അവസാനമായി വർദ്ധിപ്പിച്ചത്. മെയ് മാസം മുതൽ വില വർധനവ് വലിയ രീതിയിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ മാസം ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപയാണ് വർദ്ധിപ്പിച്ചത്. മാർച്ച് 7-ന് 114 രൂപ 5 പൈസയുടെ വില വർധനവിന് ശേഷം ഏപ്രിൽ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിൻ്റെ വില 196 രൂപ വർദ്ധിപ്പിച്ചു. ഹോർമോസ് കടലിടുക്ക് അടച്ചതാണ് വിലയിൽ കുത്തനെ വർധനവിന് കാരണമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കാരണം രാജ്യത്തുടനീളം LPG സിലിണ്ടറുകൾ ലഭിക്കാൻ ആളുകൾ നെട്ടോട്ടമോടുന്നതിനാൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ തന്നെ നേരിടുന്നത്. ഈ വില വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചെറിയ ഹോട്ടലുകളെയും തട്ടുകടക്കാരെയുമാണ്. ഒന്നാമതേ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കിട്ടാനില്ല. കൂടുതലും കരിഞ്ചന്തയിൽ നിന്നാണ് വാങ്ങുന്നത്. വാങ്ങിച്ചല്ലേ പറ്റൂ. യഥാർത്ഥ വിലയിൽ നിന്നും 1000 രൂപ വരെ അധികം കൊടുക്കണം കരിഞ്ചന്തയിൽ സിലിണ്ടർ കിട്ടണമെങ്കിൽ. അതിൻ്റെ കൂടെ 1000 കൂടി കൂട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. ആഹാരങ്ങളുടെ വില വർദ്ധിപ്പിച്ചാൽ ആരും തട്ടുകടയിലോ ഹോട്ടലുകളിലോ കയറാതെ വരും. ഇപ്പോൾ തന്നെ പല ഹോട്ടലുകളിലൊന്നും ദോശയും അപ്പവും ഒന്നും ചായയൊന്നും കിട്ടാനില്ല. ചായയൊക്കെ രാവിലെയും വൈകിട്ടും മാത്രമായിട്ട് ഒതുക്കി. ഇട സമയങ്ങളിലൊന്നും കിട്ടാനില്ല. വിറക് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ആഹാരങ്ങളെ ഉള്ളൂ. തട്ടുകടക്കാർക്ക് അതും പറ്റില്ലല്ലോ. പല തട്ടുകടകളും പൂട്ടേണ്ടി വരും. തൊഴിലില്ലായ്മ രൂക്ഷമാകും. മോഷണവും പിടിച്ചുപറിയും ഒക്കെ കൂടും. മനുഷ്യൻ എങ്ങനെ ജീവിക്കും? അതനുസരിച്ചുള്ള വരുമാനവും കൂടുന്നില്ല. ഇനിയും എന്തൊക്കെ കൂട്ടുമെന്ന് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ.